എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപ സേതുവിനെ ഭയന്ന് വീട് വിട്ടിറങ്ങാൻ തുടങ്ങണം. ആ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതുവിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതാപൻ. അപ്രതീക്ഷിതമായിട്ട് സേതു മുന്നിൽ വന്ന് വിട്ടപ്പോഴത്തേനും പ്രതാപൻ പെട്ടെന്ന് ചോദിച്ചു, അല്ല എന്താ സേതു, സേതു എന്താ ഇവിടെയെന്ന് ചോദിക്കണം. എന്താന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ, നീ എന്റെ അച്ഛനെ കൊല്ലും അല്ലടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നിട്ട് ഒറ്റ അടിയായിരുന്നു. ആ അടിക്ക് തന്നെ പ്രതാപൻ താഴെ വീഴുവാണ്. പിന്നീട് പ്രതാപനെ നെഞ്ചിലേക്ക് കയറിന്നിട്ട് പ്രതാപനെ ഇടിക്കുവാണ്. ആ സമയം ഇത് കണ്ടോണ്ട് പത്മ ഓടി വരുവാണ്. അയ്യോ എന്റെ പ്രതാപേട്ടനെ കൊല്ലല്ലേന്നും പറഞ്ഞിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, കൊല്ലല്ലേന്നോ, എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് ഇവനെ ഞാൻ കൊല്ലല്ലെന്നോ, എന്തൊക്കെയാ സേതു പറയണേ, ഒന്നും ചെയ്യില്ലെന്ന് പറയണം, ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ തല്ലുകൊണ്ട് അവശനായിപ്പോയി. അപ്പോഴേക്കും സേതുവിന്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് പത്മ പറഞ്ഞു, അതെ എന്നെ വിധവയാക്കല്ലെന്ന് പറയണം. വിധവയാക്കല്ലേ? അതെ, വീട്ടിലൊരു ആളുണ്ട് വിധവ, അതാരെന്നറിയോ, എന്റെ അമ്മ. എന്റെ അച്ഛൻ മരിച്ചപ്പോ വിധവയായി പോയതാ, അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പത്മ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സേതു എന്ന് പറയണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷെ ഇവനെല്ലാം അറിയാം, ഈ പ്രതാപൻ അറിയാം. ഇവനാണ് എന്റെ അച്ഛനെ കൊന്നേന്ന് പറയണേ. അപ്പൊ ഇവനെ ഞാൻ വെറുതെ പറഞ്ഞു അല്ലേ, ഒരു കാരണവശാലും വെറുതെ വിടത്തില്ലെന്ന് പറയണം. പിന്നെ പ്രതാപനെ തൂക്കിയെടുത്തിട്ട് പറഞ്ഞു, എടാ നിന്നെ നിയമത്തിന് മുന്നേ കൊണ്ടുവിടാ, നീ ഇനിയിപ്പം അകത്ത് കിടക്കും, ജയിലഴികൾക്കുള്ളിലായിരിക്കും നിന്റെ ജീവിതം, നിനക്കിനി പുറലോകം കാണാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു അവനെ വീണ്ടും ചുട്ടിക്കൂട്ടുവാണ്. അപ്പോഴേക്കും പത്മ പറഞ്ഞു, വേണ്ട സേതു പ്ലീസ്, അവനെയും ചെയ്യില്ലെന്ന് പറയണം. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒടുവിൽ സേതു അവനെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ്. നിന്നെ കിട്ടി ഞാൻ വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട്. ആ സമയം പത്മ നേരെ പ്രതാപന്റെ അടുത്തേക്ക് എന്നിട്ട് അയാളുടെ കോളറിന് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് ചോദിച്ചു, സത്യമാണോ സേതു പറഞ്ഞതെന്ന് ചോദിക്കാം. എന്ത്, മാധവേട്ടനെ കൊന്ന് നിങ്ങളാണെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ദൈവം തമ്പുരാൻ പോലും നിങ്ങളോട് പൊറുക്കില്ല, ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കില്ല, അതോടെ തീർന്ന് നമ്മൾ തമ്മിലുള്ള ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പത്മെ അയാളുടെ കോളറിന് പിടിച്ചൊരു തള്ളും കൂടെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി. പിന്നീട് സേതുവും പല്ലവിയും കൂടെ നിരഞ്ജന മാഡത്തിനെ കാണുവാണ്. നിരഞ്ജന മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം മാഡം പറഞ്ഞു, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, പക്ഷെ ഇതിന് തെളിവുകളൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം പ്രതാപം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, തെളിവുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാല് അത് ഡോക്ടറാന്ന് പറയണം. അല്ല ഡോക്ടർ ഉണ്ടായിട്ട് കാര്യമില്ല, അയാൾ വന്ന് മൊഴി കൊടുക്കണ്ടെന്ന് ചോദിക്കണം. പല്ലി പറഞ്ഞു, മൊഴി കൊടുക്കും, സേതുവിനോട് ഡോക്ടർ മൊഴി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു പരാതി എഴുത്താട്ടെ, പരാതി കിട്ടാതെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാം. മോളിൽ നിന്നൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കും. പ്രത്യേകിച്ച് പ്രധാന രാഷ്ട്രീയക്കാരനല്ലേ, അയാളെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ ചെന്ന് പൊക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അതിന്റെ പിന്നില് പരാതിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം. അങ്ങനെ സേതു പരാതി എഴുതുവാണ്. അങ്ങനെ സേതു പരാതി എഴുതിക്കൊണ്ട് നിരഞ്ജനയിലേക്ക് കൊടുത്തു. പിന്നീട് നിരഞ്ജന പറഞ്ഞു, അല്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, എല്ലാം ഓക്കെ ആന്ന് പറയണം. നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് അയാൾ വരുമല്ലോ, ഉറപ്പായിട്ടും വരും മാഡം. അതൊക്കെ ഒരു കാര്യം ചെയ്യാം, അയാൾ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് 124 സ്റ്റേറ്റ്മെന്റ് എടുക്കാം, അതാണ് പിന്നെ കുഴപ്പമില്ല. ജഡ്ജിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അയാളെ കൊണ്ട് മൊഴിയെടുപ്പിക്കാം. അയാൾക്ക് പിന്നെ ഒന്നും ഒളിച്ചു വെക്കാനായിട്ട് പറ്റില്ല, അയാളെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളും. അങ്ങനെയാണ് നമുക്ക് പ്രതാപനെ കൊടുക്കാം. മാധവമേനന്റെ കേസ് നമുക്ക് പുനരന്വേഷിക്കാം, എങ്ങനെ ഏത് വിധം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എന്നാ അങ്ങനെ മതി എന്നൊക്കെ പറയണം. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ കൊണ്ടുവരാൻ പറയണം ഡോക്ടറെ. പിന്നീട് സേതുവും പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഇന്ദ്രനും പ്രതാപനും കൂടെ കണ്ടുമുട്ടുവാണ്. കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ ഇന്ദ്രനോട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറയാണ്. നിന്നെ ഞാൻ രക്ഷിക്കാനോ, ഞാനെങ്ങനെയാണ് നിന്നെ രക്ഷിക്കുന്നത്? അതെ അവനുണ്ടല്ല സേതു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഡോക്ടർ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്താവൂന്ന് പറയാം. ഓ അതാണ് കാര്യമില്ലേ, ഒരു കാര്യം ചെയ്താൽ മതി, ഡോക്ടർ മൊഴി കൊടുക്കാതിരുന്നാ പോരെ, അത് മതി, മൊഴി കൊടുക്കാതിരുന്നാ മതി, ഇന്ദ്രനെ സഹായിച്ചാൽ മതി എന്ന് പറയണം. അതെ എന്റെ കയ്യിൽ തൽക്കാലത്തേക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറയണം. ദൈവം അങ്ങനെ പറയില്ല ഇന്ദ്ര, ഇന്ദ്രൻ എന്തെങ്കിലും ഐഡിയ വെച്ച് അയാളെ ആ ഡോക്ടറെ ഒന്ന് മാറ്റ്. ആ ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് പേടി, അയാൾ മൊഴി കൊടുത്തിട്ട് ഞാൻ അകത്താവെന്ന് പറയണം. സാരില്ല, നീ ധൈര്യമായിട്ടിരിക്കും പ്രതാപ, ഒരു കാര്യമുണ്ട്, ഇതിന് നന്ദിയൊക്കെ വേണമെന്ന് പറയണം. എന്ത് വേണം ചെയ്തു തരാം, പക്ഷെ എനിക്ക് തടി ഊരണം, എനിക്ക് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഞാൻ നാണം കിടും, എന്റെ കരിയർ അവസാനിക്കും. ഞാൻ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്നവനാ, അവസാനം ജയിലിൽ ഞാൻ കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ രാഷ്ട്രീയ ഭാവം കൂടി ഇല്ലാതാവുമെന്ന് പറയണം. അതിനെനിക്ക് ഇതിന്റെ സഹായം കൂടിയേ തീരുവെന്ന് പറയാം. അവൻ എത്രമാത്രം എന്നാണ് അറിയാവോ എന്നെ ഇട്ട് ചതച്ചത്, ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചേ. എന്നിട്ട് പോലും ഞാൻ പിടിച്ചു തന്നു, പക്ഷെ ഇനി എനിക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഇതിന്റെ സഹായം വേണമെന്ന് പറയാം. തൽക്കാലത്തേക്ക് താൻ പോയിക്കോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയണം. അങ്ങനെ ഇന്ദ്രന്
അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ ഡോക്ടർ എന്ത് ചെയ്യണം, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഡോക്ടറെ നമുക്ക് പോയാലോന്ന് ചോദിക്കുകയാണ്. എങ്ങോട്ട്? താൻ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇതെന്ത് ചോദ്യം ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ക്ലോറോഫോം അങ്ങോട്ട് ഡോക്ടർ മണപ്പിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ മയങ്ങി ഇന്ദ്രന്റെ കയ്യിലേക്ക് വീഴുവാണ്. ഇന്ദ്രൻ അയാളെ എടുത്ത് വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോവാണ്. ഇതിൽ പല ഒരു സന്തോഷം ഇന്ദ്രന് വേറെ കിട്ടാനില്ല. കാരണം ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ച കാര്യമേ ആയിരുന്നില്ല. ആ സമയം പല്ലവി സേതുവൊക്കെ കാത്തിരിക്കുവാണ്. ഡോക്ടർ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു, ഇതിലായിട്ട് എത്തിയിട്ടില്ല. അപ്പോഴേക്കും നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ ഇതിലായിട്ട് വരാത്തേന്ന് ചോദിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ്. എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പോഴും കിട്ടുന്നില്ല. അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ നിന്ന് അറിവ് കിട്ടി, പ്രകാശൻ ഡോക്ടർ നേരത്തെ പോയെന്നുള്ള കാര്യം. നേരത്തെ പോയോ? അപ്പൊ ഇത് എങ്ങോട്ട് പോയി? ഒന്നും മനസ്സിലാകുന്നില്ല. ആ സമയം നിരഞ്ജന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രതാപം പൊക്കിയിട്ടുണ്ടായിരിക്കും ഡോക്ടറെ, ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. ഡോക്ടർ ഒന്നും മൊഴി കൊടുക്കാതെ ഈ കേസിനൊരു തുമ്പും കിട്ടാനായിട്ട് പോകുന്നില്ല. പ്രതാപൻ തന്ത്രപരമായി കളിച്ചെന്ന് പറയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിരഞ്ജന മടന്നു ചോദിക്കണം. എങ്ങനെയെങ്കിലും അയാളെ പൊക്കിയാൽ മതിയാവുള്ളൂ. അയാളെ പ്രകാശനെ പൊക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാൽ ഈ കേസിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അറിയാലോ, ഈ പറയുന്ന പ്രതാപൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അവനെ അത്ര പെട്ടെന്ന് വെറുതെ പൊക്കി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും ആ പ്രതാപന്റെ പിടിയിൽ നിന്നും അവന് ആ പ്രകാശനെ പൊക്കിയെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിടമ്പാടും അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം പല്ലവിയോട് സേതു പറഞ്ഞു, കേറ് കാറിൽ എന്ന് പറയണം. എന്താ സേതുവേട്ടാ? അതെ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം. എങ്ങോട്ടാ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് പല്ലവിനെ വീട്ടിൽ കൊണ്ടേ ആക്കിയതിന് ശേഷം പ്രതാപനെ അന്വേഷിച്ച് സേതു പോവാണ്. അങ്ങനെ പോയ സമയത്ത് പ്രതാപന്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് സേതു അങ്ങോട്ടേക്ക് കയറിയുന്നു. പ്രതാപൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പ്രതാപൻ നിൽക്കുകയാണ്. പെട്ടെന്ന് സേതു പോയി കാറിന്റെ ഡോറങ്ങ് തുറന്നു. പ്രതാപനെ ഇങ്ങോട്ട് വലിച്ചിറക്കി. എടാ, നീ വീണ്ടും ദുഷ്ടത്തരം കാണിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ പ്രതാപൻ പറഞ്ഞു, അയ്യോ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് അവര് കോളറിന് കുത്തിപ്പിടിച്ച് രണ്ടെണ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നിനക്ക് എത്ര കാലം അയാളെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? അധിക കാലമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അയാളെ പുറത്തിറങ്ങുന്ന സമയത്ത് മൊഴി കൊടുക്കും. അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവൂടാ എന്നൊക്കെ സേതു പറയണം. പ്രതാപൻ പറഞ്ഞു, സേതു ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ നാടകമൊക്കെ ഇവിടെ കൊണ്ടാ നിർത്തിയാരെ, അല്ലെങ്കിൽ നിനക്ക് കഴുത്തിന് മീത് തലയുണ്ടാകത്തില്ലെന്ന് പറയണം. ഡോക്ടർ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കൂടാ. എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് പിന്നെ നീയാന്ന് എല്ലാവരോടും ഞാൻ അറിയിക്കുകയും ചെയ്യും. പിന്നീട് നിനക്ക് നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പ്രതാപ നേരെ ഇന്ദ്രനെ കാണാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രൻ പറഞ്ഞു, താൻ പേടിക്കണ്ട പ്രതാപ, ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അയാളെൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ തനിക്കൊരു പേടിയും വേണ്ടെന്ന് പറയാം. എനിക്ക് വേണ്ടത് പല്ലവീനെ മാത്രമാണ്. അതിനു വേണ്ട സഹായം താൻ ചെയ്തു തന്നാൽ മതി എന്ന് പ്രതാപനോട് പറയാണ്. പ്രതാപൻ പറഞ്ഞു, അതെന്ത് വേണം ഞാൻ ചെയ്തുതരാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ സമാധാനിപ്പിച്ചു വിടുവാണ് ഇന്ദ്രൻ. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി മുറിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഒരു ഷർട്ടൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, ബട്ടൺസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു, അതേ ഈ ഷർട്ടൊന്ന് ഇട്ട് നോക്കാൻ പറയണം. ശ്രീഹരി പറഞ്ഞു, അതെ അവിടെ എങ്ങനെ ഇട്ടേക്കാൻ പറയണം. അതെന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞേ? അച്ചു, എനിക്കാണ് ആകെപ്പാ ടെൻഷനാ. ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല എന്ന് പറയാം. അത് പിന്നെ ഓട്ടോറിക്ഷ ഇറക്കിയുമ്പോൾ കുഴപ്പമില്ല, ഓട്ടോ ഓടിക്കാമെന്ന് പറയണം. പിന്നെ ഓട്ടോ ഓടിച്ചു പോലും അതിന് ഇൻഷുറൻസ് കിട്ടത്തില്ലാന്ന്. അതെന്താ ഇൻഷുറൻസ് കിട്ടത്തില്ലാത്തെ? അത് പിന്നെ ഓട്ടോ കത്തിപ്പോയതല്ലേ, അതിന്റെ പേര് കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. കാരണം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് അതിന്റെ ഇൻഷുറൻസ് കിട്ടില്ലെന്ന്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് എനിക്ക് ഫുഡ് കഴിക്കാണ്ട് മടിയാ. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാതെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ കൂലിപ്പണിയാനായിട്ട് ഇറങ്ങുക. എനിക്ക് എങ്ങനെയും ജീവിക്കണ്ടേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് കല്യാണം നടന്നേ. ഒരു കല്യാണത്തിനൊന്നും എൻ്റെ മനസ്സ് പ്രാപ്തമല്ലായിരുന്നു. പക്ഷേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പം എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കേണ്ട ബാധ്യയില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. ശരി, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഞാൻ ഒരു തരാമെന്ന് പറയണേ. ഈ താലിമാല, ഈ താലി ഞാൻ എടുത്തിട്ട് മാല കൊണ്ടേ പണയം വിൽക്കുമോ എന്തുവേലും ചെയ്തിട്ട് ഓട്ടോ പണിതിറക്കുക. അതല്ലേ ആദ്യം നടത്തേണ്ടേന്ന് നിൽക്കും. അതൊന്നും വേണ്ട അച്ചു, നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്വർണ്ണത്തെ തൊട്ടൊരു കളിയും ഞാൻ നടത്തില്ലെന്ന്. ഇതിനുള്ള പൈസയൊക്കെ ഞാൻ തന്നെ ഉണ്ടായിക്കോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ അവൻ പറയുവാണ്.
ശ്രീഹരി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോയി. തന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ ശ്രീഹരിക്ക് ഇങ്ങനെയുള്ള കഷ്ടകാലമൊക്കെ വന്നേന്ന് ഓർത്തുകൊണ്ട് ആകെപ്പാടെ വിഷമിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.